പൊടിയകത്ത്. ശിവൻകുട്ടി, നീയായിരുന്നാ? ഞാൻ വിചാരിച്ചു പലിശക്കാരൻ തോമസ് ചേട്ടനായിരിക്കും അല്ലേ? അവിടെ എന്തൊരു ബഹളം കേട്ടത്? അപ്പുറത്തെ വീട്ടുകാരായിട്ട് പരിചയപ്പെട്ടതാ. നീ പരിചയപ്പെട്ടില്ലേ? പുതിയ താമസക്കാരല്ലേ, അതിനുള്ള സമയം അങ്ങോട്ട് ഒത്തുന്നില്ല. എങ്കിൽ എവിടെന്നെങ്കിലും കുറച്ച് സമയം പലിശക്കെടുത്ത് നീ അവരെ പരിചയപ്പെടണം. എത്ര നല്ല ദമ്പതിമാരാ. പട്ടാളക്കാരന്റെ ഒരു അഹങ്കാരവും ഇല്ല. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. ചോദിക്കാതെ തന്നെ എന്തും തരും. ആ പിന്നെ ആ പലിശ എന്നെ നിന്നെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷം ഇവിടെ എത്താം. അതിനു മുമ്പ് നമുക്ക് മുങ്ങാം. നീ എന്താ സ്കൂളിൽ പോണില്ലേ? ഞായറാഴ്ച എവിടത്തെ സ്കൂളാ ഉള്ളത്? ഞായറാഴ്ച ദുബായിലൊക്കെ ഞായറാഴ്ച ക്ലാസ് ഉണ്ട്. അവിടെ വെള്ളിയാഴ്ച ഞായറാഴ്ച. ഓഹോ, എന്നാ ഞായറാഴ്ച ക്ലാസ്സിന് ഞാൻ അങ്ങോട്ട് പോവാം. വെറുതെ അവന്റെ വായിച്ചിരിക്കണ എന്തിനടാ കേക്കണേ? നിനക്ക് ഇങ്ങനെ കിട്ടാറുണ്ടല്ലേ ഇടയ്ക്ക്? ഓ, രണ്ടുപേരും കൂടെ രാവിലെ തെണ്ടാൻ ഇറങ്ങിയോ? അവർക്കറിയാവുന്ന പണി അതല്ലാമേ. പൊക്കൂട്ടെ. അവന്റെ കയ്യിലുള്ള ബ്ലേഡാണ്. അത് വെച്ചൊരു പോന്തിയാലേ ആഹാരം കഴിക്കാൻ പറ്റൂല. നീ ചത്തു. അത് തന്നെ. അയ്യോ, പലിശ. അത് നമ്മുടെ കുഞ്ഞുണ്ണിയുടെ വണ്ടിയാണ്. ശിവൻകുട്ടി, നിനക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്ന് 2 അലവലാദികളുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയതാ. ഇത് ഗസ്റ്റ് അല്ല, കോസ്റ്റ്. അയ്യോ, പുരുഷോത്തമനല്ലേനോ? കാണാനില്ലല്ലോ. ഇത്ര അടുത്ത് നിന്നിട്ടോ? അതെങ്ങനാ? ഞാൻ വരുമ്പോഴൊക്കെ നീ അളിയനെ കൊണ്ട് മുങ്ങാറല്ലേ പതിവ്? പിന്നെന്താ, സുഗന്ധിയും മക്കളെയും കൂടി ഒന്ന് കൊണ്ടുവരായിരുന്നു. അവർക്ക് സുഖം തന്നെയല്ലേ? പിന്നല്ലാതെ ബഹുസുഖമല്ലയോ? ഞാൻ അവളെ കെട്ടിയതിനു ശേഷം രാജയോഗമല്ലയോ? ചേച്ചി ഇപ്പൊ ഏത് കൂട്ടാരത്തിലാളിയാ? ഇതിനെ ഇവിടെ വെച്ചേക്കായിരുന്നു. നീ ശരീരം ഒന്നും ശ്രദ്ധിക്കാറില്ലയോ? വളർന്നുരുണ്ട് വാട്ടർ ടാങ്ക് പോലെ ആയിരുന്നു. എന്നാ പിടി. ഇതെന്താ കഴിക്കാനുള്ളതാ? അല്ല, അതെ, നിന്റെ നാണം മറയ്ക്കാനുള്ളതാ. ഇതേ പാകമാകുമെന്ന് തോന്നുന്നില്ല. ഒന്നുകൂടെ അഴിച്ച് തയ്ക്കേണ്ടി വരും. ഇത് സാരി അമ്മയ്ക്ക്. എനിക്ക് എന്തിനാ മോനെ ഇപ്പൊ സാരി? അത് പറയരുത്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അമ്മേ? പിടിച്ചട്ടെ. ഇത് നിനക്ക്. നിനക്ക് ഞാൻ ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അളിയനോട് ക്ഷമിക്കണം. എന്തിന്? അളിയന് തരാനുള്ള ശ്രീധനത്തിന്റെ ബാക്കി തുക ഞാൻ ഉടൻ തന്നെ തരും. അതിന് എനിക്ക് കുറച്ചുകൂടി സമയം തരണം. ഇനി ഒരായുസ് മുഴുവൻ തന്നാലും 50,000 രൂപ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. കല്യാണത്തിന് മുമ്പ് തരാമെന്ന് പറഞ്ഞതാ. ഇപ്പൊ പിള്ളേര് 3. അതിന് ശിവൻകുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുരുഷേട്ടനൊന്നും നിയന്ത്രിക്കേണ്ടതായിരുന്നു. അതൊക്കെ പോട്ടെ. ഇനി എനിക്ക് ആ രൂപ വേണ്ട. വേണ്ടെന്ന്. അളിയൻ ഇങ്ങോട്ട് വന്നേ. വന്നേ. അളിയനോട് പെട്ടെന്ന് പൈസ വേണ്ടെന്ന് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നിനക്ക് ഒരു ജോലി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. 1-2 മാസത്തെ പണിയേ ഉള്ളൂ. അതിന്റെ അഡ്വാൻസ് 50,000 രൂപ ഞാൻ അത് നീ തരാനുള്ള സ്ത്രീധന തുകയിൽ വരവ് വയ്ക്കുകയും ചെയ്തു. 2 മാസത്തെ ജോലിക്ക് 50,000 അഡ്വാൻസ്? അതെന്ത് ജോലി അളിയാ? ആരെങ്കിലും തട്ടാനായിരിക്കും. ആരെയും കൊല്ലാനും പിടിച്ചു പറിക്കാനും ഒന്നും അല്ല. ഇത് വലിയ പ്രയാസമുള്ള ജോലിയൊന്നും അല്ല. നീ വിചാരിച്ചാൽ നടക്കും. നീ വിചാരിച്ചാലേ നടക്കൂ. നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഉന്മേഷവും തരുന്ന ജോലിയായത്. അളിയൻ ജോലി എന്താണെന്ന് പറ. കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നീ ഇവന്റെ കാറിൽ വാ. അത് പിന്നെ അവനെ ഒറ്റക്കൊന്നും വിടാൻ പറ്റില്ല. ഞാൻ കൂടെ വരും. എന്നെ ഒറ്റയ്ക്ക് നാട്ടിലാക്കിട്ട് നീ സൂയിക്കാ പന്റെ. നാളെ തന്നെ പുറപ്പെടണം. ഇത് അഡ്രസ്. ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ. ഞാൻ പുരുഷനെ കൊണ്ട് വിട്ടുതരാം. വാടേ വാടേ. അതാ വരുന്നു. ഇംഗ്ലീഷാ. ഈ പറയുന്ന കേട്ടിട്ട് അത്ര വലിയ ജോലിയൊന്നും ആവാൻ വഴിയില്ല. ഒന്നുമില്ലെങ്കിൽ നിന്റെ അളിയനല്ലേ? അയാൾ നിന്റെ കുഴിലൊന്നും ചാടിക്കില്ല. അതുറപ്പാ. അളിയനായോണ്ടാ ചേട്ടന് പേടി. ഒന്നും മിണ്ടായിരടാ. എന്തായാലും മോനൊന്ന് പോയി നോക്ക്. തോമസിന്റെ കടമെങ്കിലും വീട്ടാൻ കഴിഞ്ഞാലോ? അത് തന്നെയാ ഞാനും പറയുന്നത്. നീ മോനെ കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്ന ബുദ്ധി. പലിശക്കാരുടെ കയ്യിൽ തല്ലുകൊള്ളണ്ടല്ലോ. വാറ്റുപാർഗവനാണെങ്കിൽ ജയിലിൽ നിന്ന് വരാറായി. അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി രൂപ കൊടുത്തില്ലെങ്കിലേ അയാൾ വീണ്ടും ജയിലിൽ പോകും. നിന്നെ തട്ടിയിട്ട്. എന്നാ പോവാം. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം.
മരം തിന്നാൻ പറ്റാത്തത് ഭാഗ്യം. വേണ്ടി വന്നാൽ മരവും തിന്നും പഴവും തിന്നും. ശ്വാസം വിട്, ശ്വാസം വിട്, ശ്വാസം വിട്. വരണുണ്ട്. നീ ഇതൊക്കെ ഇങ്ങനെ എത്ര നാളെ പിടിച്ചു വെച്ചോണ്ടിരിക്കും മോനെ? മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാം. അധികം താമസിക്കാതെ ഇതൊക്കെ എന്റെ കൈ വന്ന് ചേരും. കൊള്ളാം, പൂതി കൊള്ളാം. അത് സ്വപ്നം കൊണ്ടോണ്ടാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്നാ കേട്ടോ, ഇതെല്ലാം രാമൻ നായരുടെ വകയാണ്. ഇതിൽ ഒരുത്തനെയും കയറി തലയിടാൻ ഞാൻ സമ്മതിക്കില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ദേ, ഇത് കണ്ടോ, ബോംബെന്ന് എന്റെ അനന്തരവും വരുന്നു എന്റെ മോളെ കെട്ടാൻ. ഇവിടെ അതുകൊണ്ട് നീ ഇത്രയും നാൾ സൂചിച്ചൊക്കെ മതിയാക്കിക്കോ. ഇനി ഇതിന്റെയൊക്കെ അവകാശി എന്റെ മോളാണ്. അവൻ തന്റെ മാത്രം അനന്തരവനല്ലല്ലോ, എന്റെയും കൂടെ ആരെ കെട്ടണമെന്ന് അവൻ തീരുമാനിക്കും. അതുകൊണ്ട് താൻ ഇപ്പോഴേ വെള്ളം ഇറക്കണ്ട. അല്ല, എന്നു മുതലാ അവൻ നിന്റെ അനന്തരവനായത്? പെങ്ങൾ ഇഷ്ടപ്പെട്ട ഒരുത്തനോട് ഇറങ്ങിപ്പോയ അന്ന് അവളെ പടിയടിച്ച് പിണ്ണം വെച്ചവനല്ലേ നീ? ഇപ്പൊ ഈ സ്വത്തൊക്കെ കൈവിട്ടു പോകുന്ന അറിഞ്ഞപ്പോഴുള്ള ഈ മനംമാറ്റം അവർക്ക് മനസ്സിലാകും. അതിന് എന്റെ കൊക്കി ജീവനുള്ളിടത്തോളം കാലം തന്റെ മോളും അവനായിട്ടുള്ള കല്യാണം നടക്കില്ല, ഞാൻ നടത്തില്ല. അതിന് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. അണയാൻ പോകുന്ന ദീപത്തിന്റെ ആളിക്കത്തിൽ പോലെ വീണ്ടും ഒരു തോൽവിക്ക് മുമ്പുള്ള ഈ ആവേശം വളരെ നല്ലതാണ്. എന്നാ ഇതും കൂടെ കേട്ടോ. കുന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറുന്നതിന് മുമ്പ് തന്നെ നാണം കെടുത്തി നാട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിൽ എന്റെ പേര് കണ്ടംപുള്ളി രാമൻ നായർ എന്നല്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വഴിയൊക്കെ കണ്ടുവെച്ചോ, പക്ഷെ ഓടാൻ പോകുന്ന ആരാണെന്ന് നമുക്ക് അപ്പ കാണാം. പഴന്തീനികൾ കാണാനൊന്നുമില്ല, അവക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ അവൾ തന്നെ കിട്ടും. എടാ, നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ അത് അയാൾക്ക് നാട്ടുകാർക്ക് മനസ്സിലാവണ്ടേ? ഇക്കണ്ട ആലോചനകൾ മുഴുവൻ അവള് നിന്നെ കൊണ്ട് മുടക്കിച്ചതാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും. ആര്? ഞാൻ. നീ വിശ്വസിക്കും. നീ ആള് മരമണ്ടനാണല്ലോ, അതുകൊണ്ടാണല്ലോ നിന്നെ കൊണ്ട് അവളെ കുരങ്ങ് കളിപ്പിക്കുന്നത്. എന്ത് കളിപ്പിച്ചാലും അവക്ക് എന്നെ ഇഷ്ടാ. എന്നാ പിന്നെ നിനക്കാരോട് നേരിട്ട് ചോദിച്ചാണ്ടാ? നീ ഒരു ബിസിനസ്സുകാരനല്ലേ, മുറച്ചെറുക്കനല്ലേ, ചിലപ്പോ കെട്ടിച്ചു തന്നാലോ? അതൊക്കെ ശരിയാ, പക്ഷേ അതിന് ചോദിക്കാനായിട്ട് ആ കുളിരുനാര് സമ്മതിക്കണ്ടേ? ആ പടി ചവിട്ടിയ കയ്യും കാലും തല്ലി ഓടിക്കാൻ ആ ഗുണ്ടകളെ നിർത്തിയേക്കണത്. ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതിനാളെ കൂട്ടി നീ പോണം. അവർക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ആണുങ്ങളെ പോലെ വിളിച്ചിറക്കി കൊണ്ടുവരണം. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഉറപ്പാണോ? ഉറപ്പ്. ഞാനും വകയിലൊരു അമ്മാവനല്ലേടാ. നിന്നെ അവളെ ഞാൻ ഇവിടെ താമസിപ്പിക്കും. ഇവിടെ? ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ഞാൻ അവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ബാക്കി കാര്യമുള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉറപ്പാണോ? ഉറപ്പ്. എന്നാൽ ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. എന്തിനാ പാവത്തിനെ പറഞ്ഞിളക്കി വിട്ടത്? ഇനിയും തല്ലുള്ളിപ്പിക്കാനാ? അവക്ക് ഇവനെ ഇഷ്ടമൊന്നും അല്ലാന്ന് പറഞ്ഞതല്ലേ? അതല്ലടി, ഇവൻ അവിടെ ചെന്നാൽ അവന്റെ മനസ്സമാധാനം നഷ്ടപ്പെടും. എന്നെ തോപ്പിക്കാൻ വെല്ലുവിളിച്ച് നടക്കുന്ന അവന് ഇവനൊരു തലവേദനയാവണം. മുതലാളി, 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 ജീവനോട് ഇരിപ്പുണ്ട്. എന്താടാ? ഐശ്വര്യം കുറെ ആളുകളെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവന് നമ്മൾ കൊടുത്തതിന്റെ പലിശയും കൂട്ടി തിരിച്ചു തരാനുള്ള വരവാണെന്നാണ് തോന്നുന്നത്. രണ്ടും കൽപ്പിച്ചുള്ള വരവാ. എങ്ങനെ നിന്നോണ്ട് വരിക കളയടാ. എന്റെ അനുവാദമില്ലാതെ ഈ പടി കിടക്കരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാനിവിടെ കയറി പാർക്കാൻ വന്നതല്ല, ശ്രീദേവിയെ വിളിച്ചിറക്കി കൊണ്ടുപോകാമെന്നാണ്. അവൾ എനിക്കുള്ളതാണെന്ന് ചെറുപ്പത്തിലെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ കാര്യം അറിയാ ചോദിക്കാനും പറയുന്നത് എനിക്ക് ആരില്ലെന്ന്. നീ ആട്ടും കാട്ടും പോലെ ഇരുന്നപ്പോ ആനപ്പിണ്ടം പോലുള്ള ഇവിടുത്തെ വിവരം കെട്ട കാരണവന്മാര് അന്ന് നിന്നോട് പല ഉടായ്പകളും പറഞ്ഞാണ്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. എനിക്ക് എന്താണ് ഒരു കുറവ്? ബിസിനസിന് ബിസിനസ്, വണ്ടിക്ക് വണ്ടി, സൗന്ദര്യത്തിന് സൗന്ദര്യം, പിന്നെ അല്പം പ്രായ കൂടുതലുണ്ട്. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേറെ എന്താണ് എനിക്കൊരു കുറവ്? ഇതായിരുന്നു കുറവ്. ഇനി പഠിക്കാത്ത നിന്റെ തല കാണില്ല. ഇപ്പൊ തൃപ്തിയായല്ലോ, ഇനി പോകാമല്ലോ. ചോദിക്കാനും പറയാനും പറ്റിയ ആൾക്കാർ.
നല്ല സ്ഥലം. ഇതാണ് നിങ്ങളുടെ താമസ സ്ഥലം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പിന്നെ മുതലാളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നേഹിച്ച വാരിക്കോരി തരും. എന്ത് തല്ല? ഒന്നും മിണ്ടായിരടാ. വെറുത്താലും വാരിക്കോരി തരും. അത് തല്ലായിരിക്കും. അതെ, നല്ല ഉഷാറ് തന്നെ. അതിനു വേണ്ടിയിട്ട് മാത്രം മുതലാളി 3-4 പേരെ തീറ്റിയും വെള്ളവും കൊടുത്ത് വളർത്തുന്നുണ്ട്. അളിയൻ ജോലി എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല. എടാ, ഇവിടെ ഞാൻ നിന്റെ അളിയനുമല്ല, നിന്റെ പെങ്ങളെ കെട്ടിയിട്ടുമില്ല. ദാ, ഇയാളുടെ വേറെ പെണ്ണ് കെട്ടിനാ തോന്നണത്. അലവലാതെ കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. അളിയൻ അത് വിട്, കാര്യം പറ. ആ, ഇവിടെ ഞാൻ നിന്റെ ഒരു സുഹൃത്ത് മാത്രം. അളിയനാണെന്നറിഞ്ഞ മുതലാളി ആദ്യം എനിക്കാവും വാരിക്കോരി തരിക. പിന്നെ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഭക്ഷണം പാകം ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും കിച്ചണിലുണ്ട്, ഗ്യാസ് അടക്കം. അപ്പോ ഞാൻ പോയി മുതലാളിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാം. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതല്ലേ? അളിയ. അളിയനോ? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഓ പുരുഷട്ടാ, ആ. അതെ, എന്താ ജോലി എന്നുള്ളതിനൊരു ക്ലൂ തന്നിരുന്നെങ്കിൽ. എന്തായാലും 2 മാസത്തിനകം 2 ലക്ഷം രൂപ തടയുന്ന ജോലിയാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാ മതി. ശിവൻകുട്ടി, നീ രക്ഷപ്പെട്ടറാ. ഇങ്ങനല്ലേ ആള് രക്ഷപ്പെടുവോ കഷ്ടപ്പെടുവോ എന്നൊക്കെ കണ്ടറിയാം. കാര്യം നാക്ക് മുടക്കലടാ തെണ്ടി. ഹലോ, സുഖം തന്നെയല്ലേ? ഹലോ സയമസികൾ, മൈൻഡ് ചെയ്തിട്ട് പോണേ. മൈൻഡ് ചെയ്യാം, ഇങ്ങോട്ട് വാ. പക്ഷേ ചെരുപ്പോണ്ടായിരിക്കും മൈൻഡ് ചെയ്യാന്ന് മാത്രം. എന്തിനാ വെറുതെ ഇവന്മാരോട് മറുപടി പറയാൻ നിൽക്കണത്? നീ മിണ്ടാതിരിക്കുക. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞില്ലെങ്കിലേ നാളെ ഇവന്മാര് തലേ കയറും. എങ്ങനെ? ഓ, Yes? അയ്യോ, മുതലാളി. ഈ കരിങ്കൂറ്റി അവള് പ്രേമിക്കോ? അയ്യോ, ഇവനല്ല. ശിവൻകുട്ടി വരാ. അകത്തുണ്ട്. ശിവൻകുട്ടി അകത്തുണ്ടെന്ന് വന്നാട്ടെ. Come on. ആ ശിവൻകുട്ടി അയ്യോ, ഇതുമല്ല ശിവൻകുട്ടി. ഇരിക്കാം. ആ, ഇതാണ് ശിവൻകുട്ടി. നമസ്കാരം മുതലാളി. ഇത് കുഞ്ഞുണ്ണി. ഇവന്റെ കൂട്ടുകാരനാ. അയ്യോ, പുറത്ത് കിടക്കുന്ന കാറവല്ലേ? കാർ എന്തായാലും ഇവിടെ വേണമല്ലോ. ആ, ഇത് രായപ്പഴ. എന്തിനാണോ 2-3 പേര്? ശിവൻകുട്ടി മാത്രം പോരെ? അത് പോരെ മുതലാളി. കയർ ഫാക്ടറി തുടങ്ങാൻ വന്നവരാണെന്നാണല്ലോ നമ്മൾ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ 3-4 പേരെങ്കിലും വേണ്ടേ? ഇവരുടെ ചെലവിന്റെ കാര്യം അതിന് മുതലാളി ടെൻഷൻ അടിക്കണ്ട. മുതലാളി എന്നെ കൊടുത്താൽ മതി. ആര് ചോദിക്കാൻ? അല്ല പിന്നെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മാത്തമാറ്റിക്സ് ആവാതിരുന്ന മതിയായിരുന്നു. ആ വിഷയത്തിന് ഞാൻ പണ്ടേ മോശോ. എടാ, അത് ആ വിഷയമല്ല. ഓ, മറ്റേ വിഷയം. എന്താ അവിടെ രഹസ്യം? ഒന്നുമില്ല മുതലാളി. അപ്പൊ ശിവൻകുട്ടി വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാം? ഇല്ല, പുരുഷട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്നാ ഞാൻ പറയാം. ശരി. എന്താടോ അച്ഛനെങ്ങോട്ടാ? ഇത് പഞ്ചായത്ത് മീറ്റിംഗ് ഇല്ലയോ? പ്രസിഡന്റ് ആയ പിന്നെ വല്യച്ഛനെ കാണാനേ കിട്ടണില്ലല്ലോ. നാട്ടുകാർ തെരഞ്ഞെടുത്തല്ലേ മോളെ, അവരുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ നോക്കാതിരിക്കാൻ പറ്റുമോ? മിസ്റ്റർ കുളിര് നായരില്ലേ? വീട്ടിൽ നിന്ന് രാവിലെ തന്നെ പോയിട്ടുണ്ട്. വല്യച്ഛനെ കൊടുക്കാനുള്ള എന്തെങ്കിലും തന്ത്രം ഒരുക്കാനായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ തന്ത്രം. ഇതിൽ വിജയിച്ചാൽ പ്രസിഡന്റിന് പിന്നെ ഈ നാട്ടിൽ തലയുയർത്തി അടക്കാൻ കഴിയാതെ വരും. പിന്നെ നിങ്ങൾ പറഞ്ഞ 2 ലക്ഷം രൂപ അല്പം കൂടുതലാണ്. എന്നാലും സാരമില്ല. പക്ഷെ കൊടിയേറ്റിന് മുമ്പ് നിങ്ങളുടെ പ്രേമം നാട്ടുകാരറിയണം. പിന്നെ ഒരു കാര്യം, സംഭവം നടക്കുന്നവരെ നിങ്ങൾ ആരും എന്റെ വീട്ടിലേക്ക് വരികയോ എവിടെയെങ്കിലും വെച്ച് കണ്ടാ പരിചയം കാണിക്കുകയോ ചെയ്യരുത്. അത് ചിലപ്പോ എനിക്ക് സംശയം ഉണ്ടാക്കും. കാര്യം കഴിഞ്ഞോ വരാലോ മുതലാളി. പിന്നെ വരണം. ഞാൻ ഇടയ്ക്കിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചോളാം. നമ്മൾ 5 പേരല്ലാതെ വേറെ ഒരു കുഞ്ഞു കാര്യം അറിയാൻ പാടില്ല. വരട്ടെ? പാടോ. അതേ മുതലാളി നടന്നു. ഞാൻ നാളികേരത്തിന്റെ കാശ് മാറ്റിട്ട് വന്നേക്കാം. തേങ്ങ പോയി. അളിയൻ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. എന്തളിയാ? ഇത് ശരിയാവില്ല. 2 ലക്ഷം അല്ല 10 ലക്ഷം തരാന്ന് പറഞ്ഞാലും ഈ നാണം കെട്ട പരിപാടിക്ക് ഞാനില്ല. അതെ, ഈ ശിവൻകുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് പന്താടാനൊന്നും എന്നെ കിട്ടില്ല. അത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോളെ. എന്റെ പൊന്നളിയൊന്നും ശരിയാവില്ല. ഞങ്ങൾ തിരിച്ചു പോവാ. എന്റെ അളിയ, നിന്റെ കടങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊന്നും കേൾക്കണ്ട. മനസ്സിന് ഉന്മേഷം തരുന്ന ഒരു ജോലി. അപ്പൊ നീ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പൊക്കോ.
മുതലാളിയുടെ അഡ്വാൻസ് വാങ്ങിച്ച കാശ് ഞാനങ്ങ് തിരിച്ചു കൊടുത്തോളാം. പക്ഷേ നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് നിന്റെ പെങ്ങളും മക്കളും അവിടെ ഉണ്ടാവും. സ്ത്രീധനത്തിന്റെ ബാക്കി തുക തന്നതിന് ശേഷം ഞാൻ അവരെ കൂട്ടിക്കൊണ്ടു പൊക്കോളാം. പുരുഷേട്ടൻ പൊക്കോളൂ, ഞങ്ങൾ ഇവനോടൊന്ന് സംസാരിക്കട്ടെ. നിനക്ക് ബുദ്ധിമുട്ടാണ് പറയടാ, ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കാം. എന്നാ വേഗം ചെല്ല്, അവളിപ്പോ കൂടെ പോരും. സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോഴാ. ഡാ ശിവൻകുട്ടി, നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? കടക്കാരെയും പലിശക്കാരെയും പേടിച്ചോടാനോ? എന്തായാലും വന്നില്ലേ, കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം. എന്നിട്ട് ഇത് ശരിയാവില്ലെന്നും പറഞ്ഞ് നമുക്ക് മുങ്ങാം. അതെ, ഏതായാലും നനഞ്ഞു. ഇനി കുടിശ്ശിയും കണ്ടിട്ട് കയറാം. വലിയ ഫാക്ടറി ഒക്കെ ആവുമ്പം ഒരു 1.5 ഏക്കർ ഭൂമിയെങ്കിലും വേണ്ടി വരില്ലേ? വരും വരും. ഒരു ചായ കൂടി വേണം, ദാഹം തീരുന്നില്ല. ഇപ്പൊ തരാട്ടോ. തിടുക്കം വേണ്ട, അല്ലടാ. നാട്ടിലെ ഞരമ്പ് സ്വഭാവം ഇവിടെ കാണിക്കില്ല. ഈ സ്ഥലം വേറെയാണേ. ചേച്ചി ചായ ഒന്നും എടുക്കണ്ട, ഞങ്ങൾ ഇത് ഇറങ്ങാം. ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണണം. ആയിക്കോട്ടെ. നീ ജാനുവിനെ ചേച്ചിയായിട്ട് തന്നെ കണ്ടാ മതി. നീ ഏറ്റമയായിട്ട് ആയിക്കോട്ടെ, രാജുപേട്ടൻ മോളായിട്ട് കണ്ടോളൂ. അത് പറ്റില്ല. ഞാൻ അവളെ മനസ്സാ വരിച്ചു കഴിഞ്ഞു. ഇങ്ങോട്ട് വന്ന് കാല് കുത്തിയില്ല, അതിന് മുമ്പേ തുടങ്ങി. ഇവിടെ മനുഷ്യന്റെ മനസ്സിന് മൊത്തം തീയാ. എവിടെ തല്ലു വരുമെന്ന് പോലും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ജാനു വന്നണ്ടല്ലോ. എന്ത് തല്ലി അങ്ങോട്ടൊക്കെ. ഈശ്വര, ഇവിടെ രക്ഷയില്ലേ? അവര് നമ്മുടെ അടുത്തേക്ക് തന്നെയാണല്ലോ വരുന്നത്. ആ വരവ് കണ്ടിട്ട് എന്തോ ഒരു പന്തികാരുണ്ട്. തല്ലുകാരാണെന്ന് ഉറപ്പാ. കണ്ടില്ല എല്ലാവരും യൂണിഫോം ഇട്ടേക്കണത്. ആളെ മാറി തല്ലാതിരിക്കാനാ യൂണിഫോം ഇട്ടിരിക്കുന്നത്. എന്നെ മനസ്സിലായോ? ഇല്ല. എനിക്ക് മനസ്സിലായി. എന്നാ പറയൂ, ആരാണ് ഈ തല്ലി ടീമിന്റെ ക്യാപ്റ്റൻ അല്ലേ? തല്ലി ടീം? ഞാനാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. നിങ്ങൾ വന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായോ? ഈ നാട്ടിൽ ഒരില ഇളകിയാൽ ഞാൻ അറിയും. പിന്നെ എന്നിട്ട് ഇന്നലെ എന്റെ വയറിളകിയത് ഇയാൾ അറിഞ്ഞില്ല. അതല്ലടാ, നമ്മൾ ഇയാളുടെ മോളെ പ്രേമിക്കാൻ വന്ന പോലെ ഇയാൾ അറിഞ്ഞെന്നാ തോന്നണം. എന്താ എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ഉപദ്രവിക്കുന്നത്, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. എന്താ ഇത്? നിങ്ങൾ എങ്ങോട്ട് പോകാൻ? ഈ കയർ ഫാക്ടറി നമ്മൾ ഒറ്റക്കെട്ടായി ഇവിടെ പടുത്തുയർത്തും. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനം കുമ്പത്തൂർ ഗ്രാമത്തിന്റെ കണ്ണിലുള്ളിയായ ശ്രീധരൻ നായർ നിർവഹിക്കും. അതാരാ? ഞാൻ തന്നെ. മാത്രമല്ല, ഇങ്ങനെ ഒരു സംരംഭം ഈ പഞ്ചായത്തിന് കാഴ്ചവെക്കാൻ പോകുന്ന നിങ്ങൾക്ക് കോലാഞ്ചിറ മൈതാനത്ത് വെച്ച് ഗംഭീര സ്വീകരണം. ഒപ്പം സാറിന് നല്ല കിട്ടില്ല ഒരു പ്രസംഗവും. അതും ആയിക്കോട്ടെ. അല്ല, നിങ്ങളുടെ പേര് ചോദിച്ചില്ല. എന്റെ പേര് ശിവൻകുട്ടി, ഇത് കുഞ്ഞുണ്ണി. ഞാൻ രാജപ്പൻ. ഇവർക്ക് പഞ്ചായത്ത് മെമ്പർമാരാണ്. പൊതുജന സേവനമല്ലേ, അപ്പൊ എല്ലാരും എപ്പോഴും ഒന്നിച്ചുണ്ടാവും. എന്താ പഞ്ചായത്ത് ഇങ്ങോട്ട് മാറ്റിയ? ഇത് ഐശ്വര്യൻ കണ്ട തോന്നിയില്ല. ഇവരൊക്കെ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. കയറ് കമ്പനി പണിയാൻ വന്നവരല്ലേ? ഞാനും ഒരു കമ്പനി മുതലാളിയാ. എനിക്കുമുണ്ട് സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ. കമ്പനി എന്ന് പറഞ്ഞ ഇതിനകത്തുള്ള പപ്പടമാ, വണ്ടി എന്ന് പറഞ്ഞ തുരുമ്പ് സാധനവും. മുറ്റത്തെ മുല്ലക്ക് മണമില്ലെന്ന് കേട്ടിട്ടില്ലേ? അതാ പപ്പട കമ്പനി. എന്താ മോശം കമ്പനിയാ? ഈ നാട്ടിലുള്ള ഒരു പപ്പടം കഴിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. പിന്നെ വണ്ടി, അത് പുതിയതൊരെണ്ണം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നാട്ടിൽ മതി 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 മതി. ലക്ഷക്കണക്കിന് രൂപ മുടക്കി കമ്പനി തുടങ്ങാൻ വന്നവരോടാ അവന്റെ ഈ പോട്ട പപ്പടം. പിന്നെ ഈ നാട്ടിൽ അതിഥികളായി വന്ന നിങ്ങൾക്ക് അടുത്ത ഞായറാഴ്ച എന്റെ വീട്ടിൽ ഊണ്. എന്നാൽ ഐശ്വര്യം പപ്പടം എന്റെ വക ഫ്രീ. ആളിറങ്ങണം. ആടാ. ഇതേതാ ഈ ലഗേജ്? ഇതിനു മുമ്പ് ഇവിടെ തല്ലല്ലേ, ഓടാൻ വന്നതല്ല. ഓടല്ലേ, തല്ലാൻ വന്നതല്ല. ഞാൻ പണിയെടുക്കാൻ പോയതല്ലേ, അതല്ലേ ബാഗ് അവിടെ ഇട്ടത്. ആരാ? ഭാർഗവൻ, വാറ്റു ഭാർഗവൻ. ഈ ഗ്രാമത്തിൽ പുതിയതായി താമസിക്കാൻ വന്ന ശിവൻകുട്ടിയെ കാണാൻ വന്ന. കാണാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ നാട് സ്വല്പം പെസക. ഇവിടത്തെ നാട്ടുകാരും പ്രത്യേകിച്ച് ഞാൻ. എവിടെന്നാ? ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്. ഈ കയർ ഫാക്ടറി തുടങ്ങാൻ വന്ന ശിവൻകുട്ടിയല്ലേ അന്വേഷിച്ചത്? കയർ ഫാക്ടറിയോ? അവനോ? അവനല്ല. പിന്നെ ഏത് ശിവൻകുട്ടി? അവനോടൊപ്പം 2 പേരും കൂടെ ഉണ്ട്, കുഞ്ഞുണ്ണിയും രാജപ്പനും. ലവന്മാര് തന്നെ ഫാക്ടറി പണിയാൻ വന്നവര്. അവന്മാര് തന്നെ ആയിരിക്കോ? അവരെവിടെയുണ്ട്? ഈ വഴി
നേരെ പോയ അയ്യോ ഹോട്ടലാ വഴി ഇപ്പൊ തെറ്റിയന. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ചെറിയ തോടിന്റെ പാലം ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാലും മതി, എളുപ്പ വഴിയാ. നേരെ പോയി അവിടെ എത്തുവോ? ചെറിയ 1-2 വളവും തിരിവൊക്കെ ഉണ്ട്. അല്ല ഈ മുള ഞാൻ എടുത്തോട്ടെ. ആ ബാഗ് എടുക്ക്. അതാരാ വൈഫാ? ആണെങ്കി പോയിട്ട് വരാം. പോയിട്ട് വരാം. എന്തോ പ്രശ്നമുണ്ടല്ലോ, കണ്ടുപിടിക്കണം. അപ്പൊ അതാണല്ലേ കാര്യം. ഞാൻ കരുതി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയം നോക്കി നീ മുങ്ങിയതാണെന്ന്. അതാ നീ അവളെ പ്രേമിക്കുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്കെന്റെ കാശ് കിട്ടിയാ മതി. അത് കിട്ടിയാലേ നാട്ടിൽ എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റൂ. ഇങ്ങനെ കണ്ണി ചോരാണ് സംസാരിക്കുന്നത് പറഞ്ഞു. എന്നാ നീ ഇതാണ് എന്റെ കാശ്. എന്റെ കയ്യിലുണ്ടെങ്കിൽ തരുമോ? എന്നാ പിന്നെ മിണ്ടാതിരിക്കേ. കണ്ണി ചോരയായിട്ട് വന്നേക്കണ്. അവനൊരു ആവശ്യം വന്നപ്പോ ഞാൻ കാശ് കൊടുത്തത് എനിക്കൊരു ആവശ്യം വരുമ്പോ തിരിച്ചു കിട്ടാനാ, അല്ലാതെ മോക്ഷം കിട്ടാനല്ല. ഞാൻ തരില്ലാന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ നീ പറഞ്ഞാ ഞാൻ ഒന്നുകൂടി ജയിലിൽ പോകും, അത്രേ ഉള്ളൂ. അത് കള്ളച്ചാരായം പാറ്റിയതിനാവില്ല. ഭാർഗവട്ടൻ ചൂടാവാതെ, കാശിവൻ തരും. ഇത്രയും ക്ഷമിച്ചില്ലേ, ഒരല്പം കൂടെ ക്ഷമിക്കും. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഇനിയിപ്പൊ നീ അവളെ പ്രേമിക്കേണ്ടത് എന്റെ കൂടി ആവശ്യമായി പോയില്ലേ? പക്ഷെ എത്രയും പെട്ടെന്ന് വേണം. അതല്ലേ ഞാൻ ഇവന്റെ കൂടെ നടക്കണത്. അത് തന്നെയാണ് എന്റെ പ്രശ്നം. മുതലാളി വരുന്നു. അതാരാ? അയ്യോ മുതലാളിയാ. ഷർട്ട് ആ വരണം വരണം. അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? രാജൻ കാശ് കൊടുക്കാനുണ്ട്. ഏതാ ഈ പുതിയ അവതാരം? എന്റെ നാട്ടുകാരനാ ഭാർഗവേട്ടൻ. സഹായത്തിന് സഹായത്തിനല്ല എന്റെ കാശ്. ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വരാൻ ഞാൻ തന്നോടൊരു ആനയെ തളയ്ക്കാനല്ലല്ലോ പറഞ്ഞത്, ഒരു പെണ്ണിനെ വളയ്ക്കാനല്ലേ പറഞ്ഞോളൂ. ഇനിയും വേറെ ആരെങ്കിലും വരുമോ ആവോ? ഇല്ല. പ്രസിഡന്റിന്റെ മകളെ കാണാൻ നല്ലൊരു അവസരം ഒത്തു വന്നിട്ടുണ്ട്. ആ നാളെ അവളുടെ പിറന്നാളാണ്. രാവിലെ ക്ഷേത്രത്തിൽ തൊഴാൻ വരും. ഇവൻ വന്ന് തനിക്ക് പെണ്ണിനെ കാണിച്ചു തരും. താൻ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറണം. പ്രസിഡന്റിനെ വലയിലാക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അയാളുടെ വീട്ടിൽ ഞായറാഴ്ച ഊണും സ്വീകരണവും. അവളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ. പിന്നെ ഇവിടെ യാതൊരു കുറവൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ വരട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെ പറഞ്ഞാ മതി കേട്ടോ. എന്താ? അല്ല, ഇവനൊരു മൊബൈൽ കിട്ടിയിരുന്നെങ്കിൽ. മൊബൈലോ? എന്തിനാ? ഈ മൊബൈൽ നമ്പർ പ്രസിഡന്റിന്റെ മകൾക്ക് കൊടുത്താ അത് പ്രയോജനപ്പെടും. ഇപ്പോഴത്തെ പിള്ളേരല്ലോ ഒന്ന് പിടികിട്ടി. എടോ നാളെ തന്നെ കുന്തയാക്ക് മേടിച്ചു കൊടുക്ക്. വരട്ടെ. രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അളിയൻ ഈ പ്രായത്തിൽ ആരെ പ്രേമിക്കാൻ? കൊച്ചുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കാനൊന്നും. ഇങ്ങനെ ഒരാളെ ഞാൻ അളിയൻ. നീ എന്തുവാ ഫാഷൻ പരേഡിന് പോവാന്നോ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. അതിലിപ്പോ സ്റ്റൈലിലായിക്കോട്ടെ. എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഇതുപോലുള്ള പിശാചിക്കളെ കൊണ്ട് നടന്നാൽ വന്ന കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഹോ, എന്റെ സ്റ്റൈലും മറ്റും ഭാവവും ഒക്കെ കണ്ടിട്ട് അവളെങ്ങാൻ എന്നെ കയറി പ്രേമിച്ചാ കിട്ടുന്ന 2 ലക്ഷം രൂപ എന്റെ പോക്കറ്റിലാ ഒന്ന് പേടിച്ചാ. ഇന്നയാള് മാത്രമേ അവളെ പ്രേമിക്കാവൂന്ന് മുതലാളി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എന്റെ ഉറ്റ സുഹൃത്തായ ശിവൻകുട്ടിയെ ഞാൻ ചതിക്കില്ല. ഓ, നേരം വൈകിയതും പോരെ അവന്റെ ഒരു ഉണക്ക ഡയലോഗും. ആ കുട്ടി അമ്പലത്തിൽ കയറിയിട്ട് കുറച്ചു നേരമായി. അതെങ്ങനാ? നേരം വെളുത്തപ്പോ തൊട്ട് കണ്ണാടിക്ക് മുമ്പിലല്ലേ? എന്നിട്ട് നന്നായോ? പിന്നെ എന്നെ ആ കുട്ടി കാണണ്ട. എന്തെങ്കിലും സംശയം തോന്നിയാലോ? അതുകൊണ്ട് ഞാൻ ആ മതിലിന്റെ അവിടെ നിന്ന് ആളെ കാണിച്ചു നിന്നിട്ട് മാറിക്കളയും. ബാക്കിയൊക്കെ നിന്റെ കയ്യില. പിന്നെ ഞാനും കൊണ്ട് ചെല്ലട്ടെ. അവൾ ഇറങ്ങി വരുമ്പോ അവളുടെ അടുത്ത് പോയി ഇഷ്ടമാണെന്ന് വേഗം അങ്ങ് കാച്ചേക്ക്. വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചവൾ ഇഷ്ടമാണെന്ന് എങ്ങനെ പറഞ്ഞാൽ മുതലാളിയിൽ നിന്ന് കാശ് വാങ്ങിച്ച് വേഗം നമുക്ക് സ്ഥലപ്പെടാം. നല്ല ഉപദേശം. അപ്പൊ തന്നെ മറുപടി കിട്ടിക്കോളും. ഒന്ന് പരിചയപ്പെട്ട് സംസാരിക്കൊക്കെ വേണ്ടേ ഭാർഗവേട്ടാ? ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ കറുത്തു വരികയാണല്ലോ ഭഗവാനെ. വല്ലപ്പോഴൊക്കെ കുളിക്കണം. അവള് വരുന്നു. നോക്കിയാണ് ശിവൻകുട്ടി, അസല് പെണ്ണ്.
പ്രേമിക്കാൻ മാത്രമല്ല കല്യാണം കഴിക്കലും കൊള്ളാം. ദാ, നോക്കടാ ദാ. അത് അയാള് തന്നെയല്ലേ? അത് അയാള് തന്നെയാന്ന് ഉറപ്പാ. എന്തായിരിക്കും അയാളുടെ വരവിന്റെ ഉദ്ദേശം? ഇനി പ്രതികാരം ചെയ്യാൻ മറ്റോ ആണോ? എനിക്ക് പേടിയാവണം. നീ പേടിക്കാതിരിക്കെ. പ്രതികാരം ചെയ്യാനാണെങ്കിൽ അയാൾ അന്നേ വരേണ്ടതല്ലേ? അതിന് ഇപ്പോഴാണ് നമ്മുടെ സ്ഥലം കണ്ടെത്തിയതെങ്കിലോ? ഓ പിന്നെ, ഈ നാട്ടിൽ വന്ന അയാൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് വല്യച്ഛനോട് പറഞ്ഞാലോ? ഏയ്, ആദ്യം അയാളുടെ ഉദ്ദേശം എന്താന്ന് നോക്കാം. പ്രശ്നമാണെങ്കിൽ നമുക്ക് അച്ഛനോട് പറയാം. നിനക്ക് ഒരു ടെൻഷനും ഇല്ല? ഇല്ല, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ സാധനങ്ങള്! പ്രസിഡന്റിന്റെ മോള് സൂപ്പർ, കൂടെയുള്ളതും മോശമൊന്നും അല്ല. അവളുടെ മുഖം കണ്ണിൽ നിന്ന് മായുന്നേ ഇല്ല. അതാ പ്രസിഡന്റ് അറിയുമ്പോ വായിച്ചോളും. ഡാ, നീ എന്താടാ ഇഞ്ചി അടിച്ച് കുറങ്ങനെ പോലെ? എന്താടാ പ്രശ്നം? ഇവൻ ആ പെൺപിള്ളേരെ കണ്ടതിന് ശേഷം എന്തോ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. അതാ ഇങ്ങനെ. ദേ, അവനെ ശല്യം ചെയ്യരുത്. അവളെ എങ്ങനെ വളയ്ക്കാമെന്ന് ആലോചിക്കുക. അവളെ വളച്ചാലേ അവന് കാശ് കിട്ടും. അവന് കാശ് കിട്ടിയല്ലേ എന്റെ കാശ് കിട്ടൂ. വളയ്ക്കണം. അവളെ വളച്ചൊടിച്ച് എന്റെ കാൽ ചൂട്ടിക്കൊണ്ടുവന്ന് എനിക്ക് ചവിട്ടി അരയ്ക്കണം. എന്നാലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടും. ദൈവമായിട്ടാ അവളെ എന്റെ മുന്നിൽ കൊണ്ടുവന്നത്. അല്ല, ഈ പ്രസിഡന്റിന്റെ മോളുടെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? അവളിനി പ്രസിഡന്റിന്റെ അല്ല, പ്രധാനമന്ത്രിയുടെ മോളായാലും ശരി, അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അപ്പൊ നിനക്ക് അവളെ നേരത്തെ അറിയാമായിരുന്നു? അറിയാവോ? ചേട്ടാ, ജംഗ്ഷൻ വരെ 40 രൂപ. അയ്യോ, കള്ളനാണോ? അയ്യോ, എടുക്കരുത്, ഞാൻ വിളിച്ചു പോകും. ഇപ്പൊ അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കും. എടുത്തോ എടുത്തോ. ഞാൻ പുറത്തേക്കാം. ശരി. അയ്യോ, എന്റെ ബാഗ്! അയ്യോ, എന്റെ ബാഗ്! കള്ളൻ! വാടാ. കള്ളൻ! കള്ളൻ! ഇനി വിളിച്ചു കൂട്ട് കാര്യമൊന്നുമില്ല, അവൻ പോയി. കള്ളൻ! കള്ളൻ! എന്താടി? ഇവനും ഇവന്റെ കൂട്ടുകാരനും കൂടെ എന്റെ ബാഗ് മോഷ്ടിച്ചു. ബാഗ് അവൻ കൊണ്ടുപോയി. ദേ, അനാവശ്യം പറയല്ലേ. പെണ്ണാണെന്നും ഞാൻ നോക്കൂല. കാണാൻ നല്ല മാന്യനാണല്ലോ, വല്ല പണിയെടുത്തിരിക്കടാ. ആ ബാഗ് തിരിച്ചു കൊടുക്ക്. എന്റെ പൊന്നു ചങ്ങാതി, ഇതിന് ഭ്രാന്താ. ഞാനല്ല ബാഗ് എടുത്തത്. ബാഗ് എടുത്ത് മറ്റവനാ. അവനെനിക്കറിയില്ല. മര്യാദക്ക് ചോദിച്ചാൽ നീ കൊടുക്കില്ലല്ലടാ. മര്യാദക്കല്ല, മര്യാദ കെട്ടി വെച്ചാൽ എന്റെ കയ്യിലുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ കൂട്ടമായിട്ടാ മോഷ്ടിക്കാൻ വരുന്നേ. ഒരുത്തൻ മോഷ്ടിച്ച് മറ്റൊരുത്തന്റെ കൈ കൊടുക്കും, അവൻ അതുകൊണ്ട് കടന്നു കളയും. കട്ടവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൈ മറത്തുകയും ചെയ്യും. എന്നെ കള്ളന്ന് വിളിച്ചാണ്ടല്ലോ. ഞാൻ അത്യാവശ്യം നല്ലൊരു തറവാട്ടി പറഞ്ഞവനാ. എനിക്ക് ആരെയും കട്ട മോട്ടിച്ച് വേണ്ട ജീവിക്കാൻ. ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ നല്ല തറവാടികളാ. ഓഹോ, എവിടെയാണോ ചേട്ടന്റെ തറവാട്? ജനങ്ങൾ ഈ മാനിന് പോകാൻ അല്പം വഴി തരും പ്ലീസ്. കൂടുതൽ ഷൈൻ ചെയ്യാതെ എടുത്ത് ബാഗ് തിരിച്ചു കൊടുക്കടാ. താനാരാ? ഇവളുമാരുടെ ലോക്കൽ ഗാഡിയാണ്. കാര്യം അറിയാതെ കൈവച്ചാട്ടല്ലോ. എനിക്ക് ചോദിക്കാൻ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാ അവരെ പോയി വിളിച്ചോണ്ട് മാറി നിൽക്കണോട്ടും മുമ്പിലേക്ക് വിടാം. എന്നെ കള്ളനാക്കൂലടാ, എന്നെ കൊലയാളിയാക്കരുത്. ഞാൻ ചത്തുപോയി സമാധാനം. ഞാൻ വെറും തലടാ. എന്റെ അച്ഛൻ അതിനേക്കാൾ തലയാ. രണ്ട് കുത്തുകേസിലെ പ്രതിയാണ് ഞാൻ. നിങ്ങളെ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിലേക്ക് വേണം. എനിക്ക് വെറുതെ പണിയുണ്ടാക്കല്ലേ.
എന്താടാ എന്താ പ്രശ്നം? ശരിയാരാ? എന്താടാ? സാർ ഇവൻ ഈ കുട്ടികളുടെ ബാഗ് മോഷ്ടിച്ചു സാർ. ഇല്ല സാർ, സത്യമായിട്ട് നടന്നത് എന്താന്ന് ഞാൻ ഇവൻ ബാഗ് മോഷ്ടിക്കുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടു സാർ. ഇവിടെ വാടാ, നിന്നെ പട്ടാപ്പകൽ മോഷണം, അതും ഈ പരുന്ത് പ്രഭാകരന്റെ ഏരിയയിൽ. കൊള്ളാലോടാ. സാർ, ഞാനല്ല ബാഗ് എടുത്തത്. പിന്നാരടാ? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? സത്യമായിട്ട് എനിക്കറിയില്ല. ഈ പൂതന കണ്ടതാ മറ്റവൻ ബാഗുമായിട്ട് പോകുന്നത്. അവൻ ബാഗ് എടുക്കുന്നത് നീ കണ്ടോ? ആ കണ്ടു. ഓടുന്ന കണ്ടോ? കണ്ടു. പിന്നെ നീ എന്താ അവനെ പിടിക്കാത്തത്? അല്ല സാർ, അപ്പൊ എനിക്ക് എന്താണ് നിന്ന് പറയുന്നത്? നിങ്ങളോടൊന്ന് മര്യാദ ചോദിച്ച എനിക്കറിയില്ല സാർ. ഞാനല്ല, എനിക്കറിയില്ല സാർ. ഞാനല്ല എടുത്തത് സാർ. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ല. ചന്ദ്ര സാർ ഇവനെ തൂക്കി സെല്ലിലിട്. പിന്നെ ഇവിടെ തെളിയാൻ നടക്കുന്ന എല്ലാ കേസും ചേർത്ത് ഇവന്റെ പേരിൽ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കി. ഈ മരുന്നിനോട് അവൻ എന്താണോ സാർ, ഇവനെ ബാഗ് എടുത്തോണ്ട് ഓടിയത്. ഇവനായിരുന്നു? ബസ് സ്റ്റാൻഡ് അടുത്ത് വെച്ച് ഞങ്ങളെ കണ്ടപ്പോ മുങ്ങാൻ നോക്കി, സംശയം തോന്നി പൊക്കിയതാ സാർ. ചന്ദ്ര സാർ അവനെ കൊണ്ടുവാ. നിന്റെ കൂട്ടുകാരനോ? ഇവനെ നിനക്കറിയോടാ? ഇല്ല. നിനക്കോ? അറിയില്ല സാർ. സത്യമായിട്ട് സാർ എനിക്ക് ഇയാളെ അറിയില്ല. ഞാൻ ബാഗ് എടുക്കാൻ പോയപ്പോ ഇയാൾ അവിടെ ഉണ്ടായിരുന്നുള്ളത് സത്യമാ. അല്ലാതെ ഞാനും ഇയാൾ യാതൊരു ബന്ധവുമില്ല സാർ. പിന്നെ സാർ എന്നെ ഇടിച്ചു പറയിക്കാനാണെങ്കിൽ എന്റെ പെങ്ങളെ കെട്ടിയത് ഇയാളാണെന്ന് ഞാൻ പറഞ്ഞു പോകും സാർ. കൊണ്ടുപോടൂ. ചെക്ക് ചെയ്തോളൂ. എല്ലാം ഉണ്ടല്ലോ. ഉണ്ട് ഒരു സാർ. പരാതി എഴുതി കൊടുത്തിട്ട് പോ. ബാഗ് കിട്ടിയല്ലോ സാർ. ഇനിയിപ്പോ കേസൊന്നും വേണ്ട. നിങ്ങൾക്ക് താല്പര്യം വേണ്ട. ശരി, പൊക്കോളൂ. ശരി സാർ. കലാപരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പോവാലോ സാർ. പോയിക്കോ. അത് ശരി. അപ്പൊ ഇവളുമാരാണ് കക്ഷികള്. അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ ഞങ്ങളുണ്ട്. ഇവളെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ നമ്മളോട് പോകുന്നുള്ളൂ. എന്താ ഭാർഗവേട്ടാ? ഒന്നല്ല, 2 പാഠം പഠിപ്പിക്കണം. 2 പാഠം? എടാ മണ്ട, അവര് 2 പേരില്ലേ? അവള് കാരണ നാട്ടുകാരും പോലീസും എന്നെ കൈവച്ചത്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയതിന് പകരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് അവളെ നാണം കെടുത്തണം. ഏതായാലും 2 കിട്ടിയത് നന്നായി. ഏതൊരു പ്രേമത്തിന്റെയും തുടക്കം ഒരു തല്ലിൽ നിന്നായിരിക്കും കേട്ടിട്ടില്ലേ? നമുക്കതിൽ പിടിച്ചു കയറാം. അതൊക്കെ വെറുതെ പറയാനിട്ടാ. അങ്ങനെയാണെങ്കിൽ എത്ര പെണ്ണ് കേസിപ്പെട്ട് തല്ലുകൊണ്ടുള്ളതാണ് ഞാൻ. എന്നിട്ട് എന്നെ ആരെങ്കിലും പ്രേമിച്ച? അതിന് പെൺകുട്ടികൾ പ്രേമിക്കുന്ന മനുഷ്യന്മാരല്ലേ? അതെ, എന്താ സംശയം? നീ അവളെ പ്രേമിക്കണം. പ്രേമിച്ച് പ്രേമിച്ച് നിന്നോട് ചെയ്തതിന് പ്രതികാരം ചെയ്യാ, മുതലാളിയുടെ ഇന്ന് ക്യാഷ് വാങ്ങാം. ഒരു വെടിക്ക് 2.5 പക്ഷി. 2.5 പക്ഷിയാ? 2 വലിയ പക്ഷി, ഒരു അടക്കാക്കിളി. അതെ, അപ്പൊ നാളെ മുതൽ അവളെ വീഴ്ത്താനായിട്ട് നമ്മൾ ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിന്റെ മനോമുഖരത്തിൽ ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ട്.